എന്താണ് SSC? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ക്ലറിക്സ് അല്ലെങ്കിൽ ഓഫീസേഴ്സ് പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് SSC അഥവാ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. നിങ്ങൾ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ജോലി സാധ്യതകൾ ഓരോ വർഷവും SSC മുന്നോട്ട് വെക്കുന്നുണ്ട്. ഓരോ വർഷവും SSC കണ്ടക്ട് ചെയ്യുന്ന ഡിഫറെന്റ് എക്സാംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ജനറൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് SSC എക്സാംസിനെ നമുക്ക് ബേസിക് ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും: MTS, CHSL ആൻഡ് CGL. അതിൽ ആദ്യത്തേത് MTS അഥവാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ്. MTS അണ്ടറിൽ 2 പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്: MTS അഥവാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ആൻഡ് ഹവൽദാർ പോസ്റ്റുകൾ. ഇതിൽ തന്നെ MTS പോസ്റ്റുകൾക്ക് 18 to 25 ഇയേഴ്സ് വരെയാണ് ഏജ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. മറ്റ് റിസർവ്ഡ് ആയിട്ടുള്ള കാറ്റഗറീസിന് അവരുടേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇനി ഹവൽദാർ പോസ്റ്റുകളിലേക്ക് 18 മുതൽ 27 വയസ്സ് വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം തരമാണ്. രണ്ടാമത്തേത് CHSL അഥവാ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാം. LDC, JSA, DO തുടങ്ങിയ ഗ്രൂപ്പ് C പോസ്റ്റുകളിലേക്കാണ് ഇതിലൂടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഇതിൽ ജനറൽ കാറ്റഗറിക്ക് 18 മുതൽ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിയാൽ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ +2 ആണ് യോഗ്യത വരുന്നത്. മൂന്നാമത്തേത് CGL അല്ലെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം. ഇതിൽ ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C പോസ്റ്റുകളിലായി ഒരുപാട് വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതിൽ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ്. ആൻഡ് ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഗ്രൂപ്പ് B പോസ്റ്റുകൾക്ക് 18 മുതൽ 30 വയസ്സ് വരെയും ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് 18 മുതൽ 27 വയസ്സ് വരെയുമാണ് ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് മൂന്നും ജനറൽ ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാംസ് ആണ്. ഇതെല്ലാ വർഷവും കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായ പോസ്റ്റുകളുമായിരിക്കാം. എന്നാൽ ഇതല്ലാതെ നമുക്ക് എക്സ്ട്രാ റിക്വയർമെന്റ്സ് വരുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ വരുന്ന മറ്റു ചില എക്സാംസ് കൂടെയുണ്ട്. അതിലൊന്നാണ് CPO അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ. ഡൽഹി പോലീസിലേക്കും CAPF, CISF തുടങ്ങിയ പാരാമിലിറ്ററി ഫോഴ്സുകളിലേക്കും സബ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന എക്സാം ആണ് CPO അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ. ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് 20 മുതൽ 25 വയസ്സ് വരെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ആണ്. പക്ഷേ ഇതൊരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഇതിന് ആവശ്യമുണ്ട്. അടുത്തത് GD കോൺസ്റ്റബിൾ അഥവാ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞത് SI, ASI പോസ്റ്റുകളിലേക്ക് CPO എക്സാം ആണെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സുകളുടെ കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് എക്സാം ആണ് GD കോൺസ്റ്റബിൾ അഥവാ ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ാം തരമാണ്. ആൻഡ് ഏജ് ക്രൈറ്റീരിയ വരുന്നത് 18 മുതൽ 23 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതും ഒരു യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് എക്സ്ട്രാ ഫിസിക്കൽ റിക്വയർമെന്റ്സും ഇതിനാവശ്യമുണ്ട്. അടുത്തതായി JE അഥവാ ജൂനിയർ എഞ്ചിനീയർ. SSCയുടെ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റ് ആണ് JE അഥവാ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇതിലേക്ക് പേരിൽ പറയുന്നത് പോലെ തന്നെ ഒരു എഞ്ചിനീയർ പോസ്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എഞ്ചിനീയറിംഗ് അഥവാ ഡിപ്ലോമയാണ്. അതിൽ തന്നെ 3 സ്ട്രീമിലേക്കായിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുള്ളത്: സിവിൽ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ. ഇതിന്റെ ഏജ് ക്രൈറ്റീരിയ വരുന്നത് 18 മുതൽ 32 വയസ്സ് വരെയാണ്. അതിൽ തന്നെ അപ്പർ ഏജ് ലിമിറ്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിനനുസരിച്ച് 30 മുതൽ 32 വരെ ആകാവുന്നതാണ്. അടുത്തത് JHT അഥവാ ജൂനിയർ ഹിന്ദി ട്രാൻസ്ലേറ്റർ. പേരിൽ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദി ട്രാൻസ്ലേഷൻ ആണ് ഈ ഒരു പോസ്റ്റിന് വരുന്നത്. അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റർ ഡിഗ്രി ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. ഇതിൽ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂടാതെ ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസും കൂടെ പറയുന്നുണ്ട്. അതിനൊന്നുകിൽ ട്രാൻസ്ലേഷൻ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, അതായത് ഹിന്ദിയിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടും ഇംഗ്ലീഷിൽ തിരിച്ച് ഹിന്ദിയിലോട്ടും ഉള്ള ട്രാൻസ്ലേഷന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ 2 വർഷത്തെ റെലവന്റ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ജനറൽ കാറ്റഗറിക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് സ്റ്റെനോഗ്രാഫർ ഗ്രൂപ്പ് C ആൻഡ് ഗ്രൂപ്പ് D എക്സാം. ഇതിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി ആണ്. പക്ഷേ ഇതൊരു സ്റ്റെനോഗ്രാഫർ എന്നുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിന് നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി അല്ലെങ്കിൽ ഷോർട്ട് ഹാൻഡ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏജ് ക്രൈറ്റീരിയ വരുന്നത് ഗ്രൂപ്പ് C പോസ്റ്റുകൾക്ക് 18 മുതൽ 30 വയസ്സ് വരെയും ഗ്രൂപ്പ് D പോസ്റ്റുകൾക്ക് 18 മുതൽ 27 വയസ്സ് വരെയുമാണ്. ഇനി ഇതൊന്നും കൂടാതെ SSC കണ്ടക്ട് ചെയ്യുന്ന മറ്റൊരു എക്സാം ആണ് SSC സെലക്ഷൻ പോസ്റ്റ് ഫേസ് ലെവൽ എക്സാംസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ മെട്രിക്കുലേഷൻ, ഹയർ സെക്കൻഡറി ലെവൽ ആൻഡ് ഗ്രാജുവേഷൻ ലെവൽ, ഇങ്ങനെ 3 ലെവലുകളായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആവശ്യമായ വ്യത്യസ്തങ്ങളായ ഒരുപാട് പോസ്റ്റുകളിലേക്കുള്ള ഒരു സിംഗിൾ എക്സാം ആണ്. അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിലും ഏജ് ക്രൈറ്റീരിയ ആണെങ്കിലും ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും എക്സാംസ് എല്ലാ വർഷവും SSC കണ്ടക്ട് ചെയ്യാറുള്ളതാണ്.
അപ്പോൾ ഈ എക്സാംസിന്റെ എല്ലാം അണ്ടറിൽ വരുന്ന നിരവധി പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളെ കുറിച്ച്, അതിന്റെ ജോബ് പ്രൊഫൈലിനെ കുറിച്ച്, പ്രൊമോഷൻ സാധ്യതകളെ കുറിച്ച്, സാലറി ആൻഡ് പെർക്സ് അല്ലെങ്കിൽ പോസ്റ്റിംഗ്, ഇവയെല്ലാം കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. SSCയുടെയും റെയിൽവേയുടെയും ഒരുപാട് കോഴ്സസ് ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഓൺഗോയിങ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഡു കോൺടാക്ട് us. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.